പഠിക്കാൻ കുറേയുണ്ട്, എക്സാമൊക്കെ അടുക്കാറായി, ഇനി എങ്ങനെയായെന്നൊക്കെ പഠിക്കാൻ മനസ്സ് വരുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഒട്ടുമിക്ക സ്റ്റുഡൻസിനും വരുന്ന ഒരു പ്രോബ്ലമാണിത്. ഇമ്മീഡിയറ്റ്ലി എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫൈൻഡ് ദ റീസൺ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പഠിക്കാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിപ്പോൾ ഡിസ്ട്രാക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ പഠിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസോ കോൺസെൻട്രേഷനോ ഒന്നും കിട്ടാത്തത് കൊണ്ടും ആവാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ റീസൺ എന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ടിപ്പ് ഫസ്റ്റ് ടിപ്പിൻ്റെ കണ്ടിന്യൂഷനാണ്. എങ്ങനെ നമ്മൾക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഫോക്കസ് കിട്ടായ്ക അങ്ങനെ എന്താണെങ്കിലും അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. തേർഡ് ടിപ്പ്, റിമൂവ് ദ എക്സ്ക്യൂസസ്. നമ്മൾ പഠിക്കാൻ പോകാം എന്ന് കരുതുമ്പോൾ നമ്മൾ വിചാരിക്കും, നാളെ രാവിലെ ആവട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഫുഡ് കഴിച്ചിട്ടാവാം. ഇതുപോലെ നമുക്ക് പല തോട്ട്സും നമ്മുടെ മനസ്സിനുള്ളിൽ വരും. അപ്പോൾ ഈ തോട്ട്സൊക്കെ റിമൂവ് ചെയ്യുക. ഇതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നറിയോ? നമ്മൾ അപ്പോൾ തന്നെ ബുക്കെടുത്ത് പഠിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് പഠിക്കാമെന്ന് വിചാരിച്ച് പോയാൽ മതി. ദിസ് ഈസ് ദ ഫോർത്ത് ടിപ്പ്. അതെ, നിങ്ങൾ ആ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ആ നേരം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ ആ റീസൺസ് നിങ്ങളെ പഠിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പുൾ ചെയ്യും. എങ്കിൽ പോലും നിങ്ങൾ അതിനെ വിട്ടുകൊടുക്കാതെ വെറും 5 മിനിറ്റ് അല്ലേ, ഒന്ന് പഠിച്ച് നോക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മൊത്തത്തിൽ പഠിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഫിഫ്ത്ത് ടിപ്പ്, ഇമാജിനേഷൻ. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിയിട്ട് നിങ്ങളെ പ്രശംസിക്കുന്നതും പാരൻസിൻ്റെ മുഖവും ടീച്ചേഴ്സ് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും ഒക്കെ. ആ ഒരു പ്രൗഡ് മൊമെൻറ്റിന് വേണ്ടി നമ്മൾ പഠിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.